Good morning. Okay. നമ്മളിപ്പോ CSSD ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ അതിനകത്ത് ഫങ്ഷണൽ ഏരിയാസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അതിന് 3 ഫങ്ഷണൽ ഏരിയ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫിനിഷ് ചെയ്തായിരുന്നു അല്ലെ? ഫങ്ഷണൽ ഏരിയാസിൽ ഫസ്റ്റ് റിസീവിംഗ് ഏരിയ, രണ്ടാമത്തെ ക്ലീനിങ് ഏരിയ, മൂന്നാമത്തെ പാക്കിംഗ് ഏരിയ. ഇതുവരെയല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫിനിഷ് ചെയ്തത്? ഓക്കെ. അപ്പോ നമ്മളിങ്ങനെ പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ CSSDയിലേക്ക് വരും. അത് റിസീവിംഗ് ഏരിയയിൽ റിസീവ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് ക്ലീനിങ് ഏരിയയിലേക്ക് വരുന്നു. ക്ലീൻ ചെയ്തൊക്കെ ചെയ്തിട്ട് പിന്നെ അത് പോകുന്നത് പാക്കിംഗ് ഏരിയയിലേക്കാണ്. ഓക്കെ. ഇനി പാക്കിംഗ് കഴിഞ്ഞിട്ട്, പാക്കിങ്ങും സീഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ ഈ എക്യുപ്മെന്റ്സുകൾ നെക്സ്റ്റ് പോകുന്നത് എന്ന് പറഞ്ഞാൽ സ്റ്റെറിലൈസേഷൻ ഏരിയ. സ്റ്റെറിലൈസേഷൻ ഏരിയയിലേക്കാണ് നെക്സ്റ്റ് ഈ ഐറ്റംസുകൾ വിടുന്നത്. ഓക്കെ. സ്റ്റെറിലൈസേഷൻ ഏരിയ. സ്റ്റെറിലൈസേഷൻ ഏരിയ ഇല്ലാത്ത നമുക്ക് അതിനകത്ത് സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞ 2 മെത്തേഡിലാണ് CSSDയിൽ സാധാരണയായിട്ട് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. Sterilization is done by either of 2 methods in CSSD. CSSDയിലെ 2 മെത്തേഡിലാണ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. അത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റീം സ്റ്റെറിലൈസേഷൻ. സ്റ്റീം വഴി നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാം. ഓക്കെ. സ്റ്റീം സ്റ്റെറിലൈസേഷൻ. ഇനി വേറൊരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഗ്യാസ് ആണ്. അവിടെ സ്റ്റീം അല്ല ഉപയോഗിക്കുന്നത്, ഗ്യാസ് ആണ്. പോയിസണസ് ഗ്യാസ്, കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ. ഓക്കെ. 2 മെത്തേഡിലാണ് CSSDയില് സ്റ്റെറിലൈസേഷൻ നടത്തുന്നത്. ഫസ്റ്റ് സ്റ്റീം വഴി സ്റ്റീം സ്റ്റെറിലൈസേഷനും രണ്ടാമത്തെ ഗ്യാസ് സ്റ്റെറിലൈസേഷനും. അതില് ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഓട്ടോക്ലേവ്. ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞത് എന്താണ്? നമ്മൾ പല ടൈപ്പ് ഓഫ് ഓട്ടോക്ലേവ്സിന്റെ പിക്ചർ ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ? ഓട്ടോമാറ്റഡ് ഓട്ടോക്ലേവ്സ് ഉണ്ട്, സിംഗിൾ ഓട്ടോക്ലേവ്സ് ഉണ്ട്, ഫ്ലാഷ് ഓട്ടോക്ലേവ്സ് ഉണ്ട്. ഇതൊക്കെ എന്തിനാണ്? സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സുകളൊക്കെ ഈ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് ശരിക്കും ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. ഇൻസ്ട്രുമെന്റ്സുകളൊക്കെ, സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സുകളൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നോക്കി, ഓട്ടോക്ലേവില് സ്റ്റീം വഴിയാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. നോക്കി, സ്റ്റീം അണ്ടർ പ്രഷർ ഈസ് ദ മോസ്റ്റ് അഫോർഡബിൾ. അഫോർഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്ങാൻ പറ്റുന്നത്. കോസ്റ്റ് ഫ്രണ്ട്ലി, കോസ്റ്റ് ഫ്രണ്ട്ലി, താങ്ങുവില, താങ്ങാൻ പറ്റുന്നത്. ഓക്കെ. കോസ്റ്റ് ഫ്രണ്ട്ലി മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ. അപ്പോ ഈ സ്റ്റീം അണ്ടർ പ്രഷർ, അതായത് ഓട്ടോക്ലേവിൽ ആണ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോസ്റ്റ് ഫ്രണ്ട്ലി മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ. Autoclave produces steam at the temperature of 121 degrees centigrade. അപ്പൊ അതിന്റെ ടെമ്പറേച്ചർ ഒന്ന് നോക്കണം. നമുക്ക് 121 ഡിഗ്രി സെന്റിഗ്രേഡിലാണ് ഈ സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ആ സ്റ്റീം ചെയ്യുന്നത് 121 ഡിഗ്രി സെന്റിഗ്രേഡില് അണ്ടർ 15 pounds ഓഫ് പ്രഷർ. പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? പൗണ്ട് യൂണിറ്റ് ഓഫ് മെഷറിംഗ് വെയിറ്റ്. വെയിറ്റ് മെഷർ ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് പൗണ്ട് എന്ന് പറയുന്നത്. ഏകദേശം ഇവിടെ പറഞ്ഞിരിക്കുന്നത് 15 pounds ഓഫ് പ്രഷറിൽ 121 ഡിഗ്രി സെന്റിഗ്രേഡിലാണ് ഓട്ടോക്ലേവില് സ്റ്റീം ചെയ്യുന്നത്. ഓക്കെ. 15 pounds ഓഫ് പ്രഷർ. പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് ഓഫ് മെഷറിംഗ് വെയിറ്റ്. യൂണിറ്റ് ഓഫ് മെഷറിംഗ് വെയിറ്റ്. ഒരു പൗണ്ട് എന്ന് പറഞ്ഞ ഏകദേശം 454 grams വരും. ഒരു പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 pound ഈക്വൽ അപ്രോക്സിമേറ്റ്ലി കേട്ടോ 454 grams. അപ്പൊ 50 pounds ഓഫ് പ്രഷറിൽ 121 ഡിഗ്രി സെന്റിഗ്രേഡിലാണ് സ്റ്റീം ചെയ്യുന്നത്. Okay, in this process 20 minutes is needed to sterilize. അപ്പൊ ഓട്ടോക്ലേവിൽ സ്റ്റെറിലൈസ് ചെയ്യാൻ എത്ര ടൈം വേണം നോക്കി? 20 മിനിറ്റ്. അപ്പൊ 20 മിനിറ്റ് 121 ഡിഗ്രി സെന്റിഗ്രേഡില് 15 pounds ഓഫ് പ്രഷറിലാണ് ഓട്ടോക്ലേവ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ ഓട്ടോക്ലേവ്? ഓക്കെ, ഇനി
രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ആണ്. കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ. എഥിലീൻ ഓക്സൈഡ് മെഷീൻ ETO. ഓക്കെ, എഥിലീൻ ഓക്സൈഡ് മെഷീൻ ETO, കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ETO, എഥിലീൻ ഓക്സൈഡ് മെഷീൻ ETO. ഇവിടെ എങ്ങനെയാ? കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ആണ്. This method is primarily used for heat responsive and moisture responsive material like cardiac catheter, plastic items and endoscope. അവിടെ ഒന്ന് കറക്റ്റ് ചെയ്തേ, എൻഡോസ്കോപ്പ് എന്നാട്ടോ, ENDO, SCOPE, എൻഡോസ്കോപ്പ്, എൻഡോസ്കോപ്പ്. ഇവിടെ നോക്കിയാൽ എങ്ങനെയാണ് ഈ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്? ഹീറ്റ് റെസ്പോൺസീവ് ആൻഡ് മോയ്സ്ചർ റെസ്പോൺസീവ്, ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസുകൾ, ചൂടടിച്ചു കഴിഞ്ഞാൽ ചീത്തയായി പോകുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ്, അതാണ് ഹീറ്റ് റെസ്പോൺസീവ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മെറ്റീരിയൽസ് ലൈക്ക് ഏതൊക്കെയാ? കാർഡിയാക് കാത്തീറ്റർ, നമ്മൾ പറഞ്ഞു ട്യൂബാണെന്ന് പറഞ്ഞു അല്ലെ, ഒരു ചെറിയൊരു തിൻ ട്യൂബാണ് ഈ കാത്തീറ്റർ എന്ന് പറഞ്ഞത്. ടിപ്പിലൊരു ചെറിയ നീഡിലുള്ള കാത്ത് ലാബിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു നമ്മള് വെയിൻസ് കാര്യങ്ങളൊക്കെ അതിന് ബ്ലോക്ക് ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു കാര്യമാണ് ഈ കാത്തീറ്റർ എന്ന് പറയുന്നത്. ഒരു കാത്തീറ്റർ എന്ന് പറഞ്ഞാൽ സ്മോൾ ട്യൂബ്, ഫ്ലെക്സിബിൾ സ്മോൾ ട്യൂബ് ആണ് ഈ കാത്തീറ്റർ. ഇതിന്റെ സ്മോൾ ട്യൂബ് അറ്റ് ടിപ്പില് ഒരു നീഡിൽ പോലെ ഇതുണ്ടാവും. അങ്ങനെയുള്ള കാർഡിയാക് കാത്തീറ്ററുകള്, പിന്നെ പ്ലാസ്റ്റിക് ഐറ്റംസുകള്, അതുപോലെ തന്നെ എൻഡോസ്കോപ്പി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് എൻഡോസ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മുടെ ഇതുപോലെ തന്നെ ട്യൂബാണ്, ഫ്ലെക്സിബിൾ ട്യൂബാണ്. അതിന്റെ ടിപ്പില് ക്യാമറ ഒക്കെ ഉണ്ടാവും, ലൈറ്റ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് നമ്മുടെ വായിലൂടെ അകത്തേക്ക്, സർജറി കൂടാതെ നമ്മുടെ അബ്ഡോമനും വയറിനുള്ളിലുള്ള കാര്യങ്ങളും ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് എൻഡോസ്കോപ്പി ചെയ്യുന്നത്. ഓക്കെ, എൻഡോസ്കോപ്പ്. അപ്പൊ ഇങ്ങനെയുള്ള ഐറ്റംസുകൾ ഏതൊക്കെയാ? കാർഡിയാക് കാത്തീറ്റർ, പ്ലാസ്റ്റിക് ഐറ്റംസ്, എൻഡോസ്കോപ്പ്. ഈ ഐറ്റംസുകളൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാനാണ് ഈ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ നടത്തുന്നത്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചൂടടിച്ചു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ഐറ്റംസുകളോ ഇങ്ങനെയുള്ള ട്യൂബുകളൊക്കെ ചീത്തയായി പോവില്ലേ? അപ്പൊ അതിന് പകരം അവിടെ അതൊക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്നത് കെമിക്കൽ ഗ്യാസ് വഴിയാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. It is a costly machine and uses poisonous gas. ഇന്നൊക്കെ ഈ എഥിലീൻ ഓക്സൈഡ് മെഷീൻ എന്ന് പറഞ്ഞാൽ ഹൈലി കോസ്റ്റ്ലി മെഷീൻ, വളരെ കോസ്റ്റ്ലി ആണ്. ആൻഡ് യൂസ്, ഇവിടെ ഉപയോഗിക്കുന്ന പോയിസണസ് ഗ്യാസ് ആണ്. ഡ്യൂ ടു വിച്ച് ഇറ്റ് ഈസ് നെസസറി ടു മേക്ക് ഷുവർ ദാറ്റ് ദീസ് ഐറ്റംസ് ആർ ടു ബി ഫ്രീ ഓഫ് ഗ്യാസ് മോളിക്യൂൾ ബിഫോർ യൂസിങ് ദം ഓൺ എ പേഷ്യന്റ്. അപ്പൊ എന്താ, ഇത് ഉപയോഗിക്കുന്നതിന് മുന്നേ, അപ്പൊ ഇത് സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം ഈ എക്യുപ്മെന്റ്സുകൾ ഉപയോഗിക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? നമ്മൾ ഉറപ്പുവരുത്തണം അതിലെ എല്ലാ പാർട്ടിക്കിൾസും, ഗ്യാസ് മോളിക്യൂൾസിന്റെ എല്ലാ പാർട്ടിക്കിൾസും കളഞ്ഞ് അത് ഫ്രീ ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം, ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് ആ ഐറ്റംസുകൾ പേഷ്യന്റിന് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, the entire cycle may take up to 8 to 12 hours. അപ്പൊ ഇതിന്റെ നമ്മൾ ആ സ്റ്റെറിലൈസേഷൻ സ്റ്റെറിലൈസേഷൻ എടുക്കാൻ ടൈം എന്തോരം വേണം നോക്കി? 8 to 12 hours വരും. എന്റെ സൈക്കിൾ മേ ടേക്ക് അപ് ടു 8 to 12 hours. നമ്മൾ ഓട്ടോക്ലേവിൽ പറഞ്ഞു 20 മിനിറ്റ് മതി എന്ന് പറഞ്ഞു സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷനിൽ ഇവിടെ പറഞ്ഞേക്കുന്നത് 8 to 12 hours വേണം ആ സ്റ്റെറിലൈസേഷൻ സൈക്കിള് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയോ നോക്കിയേ? അപ്പോൾ നമ്മൾ ഹീറ്റ് ചൂടടിച്ചു കഴിഞ്ഞാൽ ചീത്തയായി പോകുന്ന ഹീറ്റ് സെൻസിറ്റീവ് മെറ്റീരിയലുകളൊക്കെ ഈ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്.
അത് ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ വെച്ചിട്ട്. കാർഡിയാക് കത്തീറ്റർ, പ്ലാസ്റ്റിക് ഐറ്റംസ്, എൻഡോസ്കോപ്പ്. ഇങ്ങനെയുള്ള ഐറ്റംസുകൾ അതൊക്കെ ചൂടടിച്ചു കഴിഞ്ഞാൽ ചീത്തയായിരിക്കും. അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കോസ്റ്റ്ലി മെഷീൻ ആണ്. ഇവിടെ ഉപയോഗിക്കുന്ന ഗ്യാസ് എന്ന് പറഞ്ഞാൽ പോയിസണസ് ഗ്യാസ് ആണ്. അപ്പൊ അത് നമ്മൾ ആ ഇൻസ്ട്രുമെന്റ്സുകൾ പേഷ്യന്റിന് ഉപയോഗിക്കുന്നതിന് മുന്നേ നമ്മൾ ഉറപ്പുവരുത്തണം അതെല്ലാം ഫ്രീ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്. അപ്പൊ അതിൽ നിന്ന് എല്ലാ പാർട്ടിക്കിൾസും ഫ്രീ ആക്കി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ അത് പേഷ്യന്റിന് ആ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഇതിന് ആ സൈക്കിൾ കംപ്ലീറ്റ് ആവാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 8 to 12 hours. 8 തുടങ്ങി 12 മണിക്കൂർ വരെ വേണം ആ സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആവാൻ വേണ്ടി. ഓക്കെ, നോക്കിയേ, ക്ലിയർ ആണോ നോക്കിയേ. ഓക്കെ, അപ്പൊ അവിടെ നിങ്ങൾ ആ കാർഡിയാക് കത്തീറ്റർ എന്താണെന്ന് എഴുതി വെച്ചോ കേട്ടോ. കാർഡിയാക് കത്തീറ്റർ, കാർഡിയാക് കത്തീറ്റർ. Cardiac catheter, cardiac catheter is a tube, T-U-B-E, tube with a small needle. ചെറിയ നീഡിൽ ഉണ്ടാവും ആ ട്യൂബിന്റെ ടിപ്പില്. A tube with a small needle used to evaluate heart function and to diagnose cardiovascular conditions. Okay. Tube with a small needle used to evaluate heart function and to diagnose cardiovascular condition. കാർഡിയാക് കത്തീറ്റർ എന്ന് പറയുന്നത്. എൻഡോസ്കോപ്പ് അറിയാലോ. എൻഡോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എൻഡോസ്കോപ്പി ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ എക്യുപ്മെന്റ് ആണ് എൻഡോസ്കോപ്പ് എന്ന് പറയുന്നത്. ലോങ് തിൻ ട്യൂബ് വിത്ത് എ സ്മോൾ ക്യാമറ ഇൻസൈഡ്. അതിന്റെ ഉള്ളില് ക്യാമറയുള്ള ഒരു ചെറിയൊരു നീളത്തിലുള്ള ഒരു തിന്നായിട്ടുള്ള ഒരു ട്യൂബാണ് എൻഡോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇത് എൻഡോസ്കോപ്പി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എൻഡോസ്കോപ്പ്. എൻഡോസ്കോപ്പി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് എൻഡോസ്കോപ്പ് എന്ന് പറയുന്നത്. എൻഡോസ്കോപ്പ് is a medical device. ഓക്കെ, എൻഡോസ്കോപ്പ്. അപ്പൊ ഇങ്ങനെയുള്ള കാർഡിയാക് കത്തീറ്റർ, പ്ലാസ്റ്റിക് ഐറ്റംസ്, എൻഡോസ്കോപ്പ് ഇതൊക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്നത് ഈ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ വഴിയാണ്. അപ്പൊ അതിന്റെ സ്റ്റെറിലൈസേഷൻ സൈക്കിൾ എന്ന് പറയുന്നത് 8 to 12 hours ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഫ്ലാഷ് സ്റ്റെറിലൈസർ ആണ് മൂന്നാമത്തത്. ഫ്ലാഷ് സ്റ്റെറിലൈസർ ഇതും ഏതാണ്, നമ്മള് ഫിസിക്കൽ മോയിസ്റ്റ് ഹീറ്റ് വഴി അല്ലെങ്കിൽ നമ്മൾ ഫിസിക്കൽ സ്റ്റെറിലൈസേഷനിൽ വരുന്നതാണ് കേട്ടോ. സ്റ്റീം സ്റ്റെറിലൈസേഷൻ തന്നെയാണ് ഈ ഫ്ലാഷ് സ്റ്റെറിലൈസേഷൻ സ്റ്റെറിലൈസറിൽ ഉപയോഗിക്കുന്നത്. സ്റ്റീം തന്നെയാണ് ഇവിടെ. ഫ്ലാഷ് സ്റ്റെറിലൈസർ,
This machine is largely used in operation theatre for emergency purpose. First sentence underline cheyidana. This machine is largely used in operation theatre for emergency purposes. Appo flash sterilizer evade ubhayikkunnathu emergency purpose ന് വേണ്ടിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന സ്റ്റെറിലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഫ്ലാഷ് സ്റ്റെറിലൈസർ എന്ന് പറയുന്നത്. ഓക്കെ, largely used in operation theatre for എന്തിനു വേണ്ടിയാ emergency purpose. This is a special type of autoclave. ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഓട്ടോക്ലേവ് ആണ്, ഓട്ടോക്ലേവ് തന്നെയാണ്. That has a very short sterilization cycle. പക്ഷെ എന്താ, സ്റ്റെറിലൈസേഷൻ സൈക്കിള് എങ്ങനെയാ, വളരെ ഷോർട്ട് ആയിരിക്കും. കുറച്ച് സമയം മതി അത് സ്റ്റെറിലൈസ് ചെയ്യാൻ. നമ്മൾ ഓട്ടോക്ലേവിൽ പറഞ്ഞു 20 മിനിറ്റ് വേണമെന്ന് പറഞ്ഞു. സ്റ്റെറിലൈസേഷൻ ആ സൈക്കിള് കംപ്ലീറ്റ് ചെയ്യാൻ 20 മിനിറ്റ് വേണമെന്ന് പറഞ്ഞു. എന്നാൽ ഫ്ലാഷ് സ്റ്റെറിലൈസർ എന്ന് നോക്കിയാൽ ഇത് ഓട്ടോക്ലേവ്, ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഓട്ടോക്ലേവ് തന്നെയാണ്. പക്ഷെ എന്താ, അത് സ്റ്റെറിലൈസേഷൻ സൈക്കിള് വളരെ കുറവായിരിക്കും. വെരി ഷോർട്ട് സ്റ്റെറിലൈസേഷൻ സൈക്കിൾ ഓഫ് എബൌട്ട് എത്ര സമയം നോക്കിയാൽ 3 to 4 minutes, 3-4 മിനിറ്റ് കൊണ്ട് അത് സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആവും, ആ സൈക്കിൾ കംപ്ലീറ്റ് ആകും. Warning of its ability to rise the temperature. അത് നോക്കിയേ, ടെമ്പറേച്ചർ പക്ഷെ എങ്ങനെയാ, 132 ഡിഗ്രി സെന്റിഗ്രേഡ്. ഓട്ടോക്ലേവിൽ 121 ഡിഗ്രി സെന്റിഗ്രേഡിലായിരുന്നു. പക്ഷെ അതിനേക്കാളും ടെമ്പറേച്ചർ കൂട്ടിയാ കൊടുക്കുന്നത്. 132 ഡിഗ്രി സെന്റിഗ്രേഡില് 3 to 4 minutes കൊണ്ട് സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആകും. എന്തുകൊണ്ടാ, ഇപ്പോ സർജറി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചില എക്യുപ്മെന്റ്സുകളൊക്കെ അപ്പൊ തന്നെ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ അവിടെ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കാൻ പറ്റില്ല. 20 മിനിറ്റോ 1 മണിക്കൂർ 2 മണിക്കൂറോ നമുക്ക് വെയിറ്റ് ചെയ്യാൻ അവിടെ പറ്റില്ല. അപ്പൊ 3-4 മിനിറ്റ് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, അത് സ്റ്റെറിലൈസ് ചെയ്തിട്ട് അപ്പൊ തന്നെ അവിടെ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അതാണ് ഫ്ലാഷ് സ്റ്റെറിലൈസർ എന്ന് പറയുന്നത്. ദിസ് മെഷീൻ ഈസ് ലാർജ്ലി യൂസ്ഡ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ഫോർ എമർജൻസി പർപ്പസ്. എമർജൻസി ആവശ്യങ്ങൾക്ക് വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന ഒരു മെഷീൻ ആണ് ഫ്ലാഷ് സ്റ്റെറിലൈസർ എന്ന് പറയുന്നത്. ഇത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഓട്ടോക്ലേവ് തന്നെയാണ്. പക്ഷെ എന്താ, സ്റ്റെറിലൈസേഷൻ സൈക്കിൾ വളരെ ഷോർട്ട് ആയിരിക്കും. അത് 3 to 4 minutes കൊണ്ട് തന്നെ അവിടെ സ്റ്റെറിലൈസേഷൻ ചെയ്ത് കഴിയും. പക്ഷെ ടെമ്പറേച്ചർ 132 ഡിഗ്രി സെന്റിഗ്രേഡ് ആയിരിക്കും. ക്ലിയർ ആയോ ഫ്ലാഷ് സ്റ്റെറിലൈസർ? ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ സ്റ്റെറിലൈസേഷൻ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത് 2 മെത്തേഡിലാന്ന് പറഞ്ഞു. സ്റ്റീം വഴിയും ചെയ്യാം, അല്ലെങ്കിൽ ഗ്യാസ് വഴിയും ചെയ്യാം. സ്റ്റീം സ്റ്റെറിലൈസേഷൻ നടത്തുന്ന ഓട്ടോക്ലേവും ഫ്ലാഷ് സ്റ്റെറിലൈസറും സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എഥിലീൻ ഓക്സൈഡ് മെഷീൻ ETO, അവിടെ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ആണ്. അവിടെ ഹീറ്റ് അടിച്ചു കഴിഞ്ഞാൽ ചീത്തയായി പോകുന്ന ഐറ്റംസുകൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത് ഗ്യാസ് സ്റ്റെറിലൈസേഷൻ വഴിയാണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഇവിടെ തന്നേക്കുന്ന ജസ്റ്റ് ആ പടം നോക്കിയാൽ മതി. ടൈപ്പ് ഓഫ് ഓട്ടോക്ലേവുകളാണ് നോക്കിയാൽ. ഓട്ടോമാറ്റഡ് ഓട്ടോക്ലേവ്സ് ഉണ്ട്, സിമ്പിൾ ഓട്ടോക്ലേവ്സ് ഉണ്ട്, ഫ്ലാഷ് ഓട്ടോക്ലേവ്സ് ഉണ്ട്. ഓക്കെ, ഇനി വരുന്നത് നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റോറേജ് ഏരിയ എന്ന് പറയുന്നത്. സ്റ്റോറേജ് ഏരിയ. ഇത് സ്റ്റോറേജ് ഏരിയയില് ഓക്കെ, ആഫ്റ്റർ സ്റ്റെറിലൈസേഷൻ ദ ഐറ്റംസ് ആർ പ്രൊവിഷണലി സ്റ്റോക്ക്ഡ് ഇൻ എ ക്ലീൻഡ് എന്നാണ് അവിടെ സ്പെല്ലിംഗ് ഒന്ന് കറക്റ്റ് ചെയ്യും കേട്ടോ. ക്ലീൻ, CLEANED, ക്ലീൻഡ്. Rack from where they are issued to the users department. നോക്കിയേ, അപ്പൊ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞിട്ട് ഈ ഐറ്റംസുകൾ എന്ത് ചെയ്യും? The items are provisionally stocked temporarily. പ്രൊവിഷണലി എന്ന് പറഞ്ഞാൽ ടെമ്പററി, താൽക്കാലികമായിട്ട്. താൽക്കാലികമായിട്ട് ആ CSSDയില് ക്ലീൻ ആയിട്ടുള്ള റാക്കില് അവരവിടെ കീപ്പ് ചെയ്യും. സ്റ്റെറിലൈസേഷൻ ചെയ്ത പാട് അപ്പൊ തന്നെ കൊടുക്കുക എല്ലാം ചെയ്യുന്നത്. അവിടെ സ്റ്റെറിലൈസേഷൻ ചെയ്തിട്ട് താൽക്കാലികമായിട്ട് അവിടുത്തെ റാക്കില് ഇത് അവരവിടെ സ്റ്റോർ ചെയ്യും. where they are issued to the rack from where they are issued to
FIFO capital letters ആണ്. First in, first out is the principle to follow the replacement of sterile in keeping demand of the department. ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യാനുസരണം സ്റ്റെറിലൈസ് ചെയ്തവ റീപ്ലേസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ് FIFO എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അതെന്താ, പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നും CSSBയിലേക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ മെറ്റീരിയൽസ് വരുമല്ലോ. ഇപ്പൊ നമ്മൾ ഏത് ഇപ്പൊ കാത്തലാബിയിൽ നിന്ന് വരുന്ന ഐറ്റംസുകളാണെങ്കിൽ ഒരുപാട് ഉണ്ടാവും. അപ്പൊ അതിൽ ഏത് ഐറ്റംസ് ആണോ ഫസ്റ്റ് ആവശ്യം അതനുസരിച്ച് ആ ഐറ്റംസ് ആദ്യം തന്നെ നമ്മൾ കാത്തലാബിലേക്ക് തന്നെ കൊടുക്കും. അതാണ് നമ്മൾ ഫസ്റ്റ് ഇൻ, ആദ്യം കൊടുക്കും. അതനുസരിച്ചാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അവിടെ അവര് ഈ സ്റ്റെറിലൈസ് ചെയ്ത ഐറ്റംസുകൾ റീപ്ലേസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആ പ്രിൻസിപ്പിൾ ആണ് FIFO എന്ന് പറയുന്നത്. അത് നോക്കി വെക്കണം കേട്ടോ. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ടു ഫോളോ ദ റീപ്ലേസ്മെന്റ് ഓഫ് സ്റ്റെറൈൽ ഇൻ കീപ്പിംഗ് ദ ഡിമാൻഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യാനുസരണം സ്റ്റെറിലൈസ് ചെയ്ത ഐറ്റംസുകൾ റീപ്ലേസ് ചെയ്യുന്നതിൽ പാലിക്കേണ്ട ആ പ്രിൻസിപ്പിൾ ആണ് FIFO. ഓക്കെ, FIFO. ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യാനുസരണം ആ സ്റ്റെറിലൈസ് ചെയ്ത ഐറ്റംസുകൾ റീപ്ലേസ് ചെയ്യുന്നതിൽ നമ്മൾ പാലിക്കേണ്ട ആ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് FIFO ആണ്. FIFO, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഏരിയ ആണ്, ആറാമത്തെ. അപ്പൊ അതവിടെ താൽക്കാലികമായിട്ട് താൽക്കാലികമായിട്ട് അവരവിടെ CSSBയുടെ ക്ലീൻ ട്രാക്കിൽ അവര് അവിടെ സ്റ്റോർ ചെയ്യും. എന്നിട്ട് FIFO പ്രിൻസിപ്പിൾ അനുസരിച്ച് അത് റീപ്ലേസ് ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്ത് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. ഇറ്റ് ഷുഡ് ബി എവേ ഫ്രം. അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ ഏരിയ എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു വെച്ചാൽ നമ്മൾ റിസീവിംഗ് ഏരിയയിൽ നിന്ന് ഒരുപാട് ദൂരെ ആയിരിക്കും ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. റിസീവിംഗ് ഏരിയയിൽ നിന്ന് കുറെ ദൂരെ ആയിരിക്കും. നമ്മൾ പറഞ്ഞില്ലേ യൂണി ഡയറക്ഷണൽ ഫ്ലോ ആണ് വെച്ചാൽ നമ്മൾ റിസീവ് ചെയ്യുന്ന ഒരു സ്ഥലം ഇവിടെ അത് കുറെ പ്രോസസ് ഒക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് വേറൊരു ഭാഗത്തായിരിക്കും ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. അപ്പൊ ഇത് ഡിസ്ട്രിബ്യൂഷൻ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി എവേ ഫ്രം ദ അക്സെപ്റ്റിംഗ് ഏരിയ. അക്സെപ്റ്റിംഗ് ഏരിയ അത് റിസീവ് ചെയ്യുന്ന ഏരിയയിൽ നിന്ന് കുറെ അകലെയായിരിക്കും. ആൻഡ് മസ്റ്റ് ഹാവ് എ വിൻഡോ വിത്ത് എ കൗണ്ടർ. ഇതുപോലെ തന്നെ കൗണ്ടർ ഉള്ള ഒരു വിൻഡോ അതിൽ കൂടിയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. In modern hospital, there may be different lift or dump elevator. Modern hospitals പല ടൈപ്പ് ഓഫ് ലിഫ്റ്റുകൾ ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ലിഫ്റ്റ് അല്ലെങ്കിൽ ഡംപ് എലിവേറ്റർ ഉപയോഗിക്കും ഫോർ ഷിഫ്റ്റിംഗ് ദ സ്റ്റെറൈൽ മെറ്റീരിയൽ ടു യൂസർ ഡിപ്പാർട്ട്മെന്റ്. യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിഫ്റ്റുകൾ അല്ലെങ്കിൽ ഡംപ് എലിവേറ്റേഴ്സ് യൂസ് ചെയ്യും. നമ്മൾ തലയിൽ കൊണ്ടുപോയി ചുമന്നൊക്കെ കൊടുക്കണ്ട, അത് ട്രോളിയിലാക്കിയിട്ട് ലിഫ്റ്റ് അല്ലെങ്കിൽ അത് കൊണ്ടുപോകാനുള്ള ഡംപ് എലിവേറ്റേഴ്സ് വഴിയുടെ സഹായത്തോടു കൂടിയാണ് ഈ സ്റ്റെറിലൈസ് ചെയ്ത മെറ്റീരിയൽസുകൾ ഈ യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഡിസ്ട്രിബ്യൂഷൻ ഏരിയ എന്ന് പറയുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ റിസീവിംഗ് ഏരിയയിൽ നിന്ന് കുറെ ദൂരെ ആയിരിക്കും ഈ ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. അവിടെയും എങ്ങനെയാ, മസ്റ്റ് ഹാവ് എ വിൻഡോ വിത്ത് എ കൗണ്ടർ. കൗണ്ടർ ഉള്ള ഒരു വിൻഡോ തന്നെ ആയിരിക്കും. അതിൽ കൂടിയാണ് പുറത്തേക്ക് ഈ സ്റ്റെറിലൈസ് ചെയ്ത മെറ്റീരിയൽസ് കൊടുക്കുന്നത്. ഈ മോഡേൺ ഹോസ്പിറ്റൽസിൽ ഇത് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സ്റ്റെറിലൈസ് ചെയ്ത മെറ്റീരിയൽ ഈ യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക്, യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്ന് വെച്ചാൽ അത് ആവശ്യമുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റ്, ആ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിഫ്റ്റുകളോ അല്ലെങ്കിൽ ഡംപ് എലിവേറ്റേഴ്സോ ഉപയോഗിച്ച് അത് ഷിഫ്റ്റ് ചെയ്യും. ക്ലിയർ ആണോ നോക്കി? ഇതിന് 6 ഏരിയ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഫങ്ഷണൽ ഏരിയാസ് 6 കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അതിന്റെ ഓർഡർ നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കണം. അതില് നമ്മൾ ആ ഫ്ലോ ചാർട്ട് പോലെ തന്നിട്ട് തന്നെ അതിന്റെ ഓർഡർ കറക്റ്റ് ആക്കാനോ അല്ലെങ്കിൽ കറക്റ്റ് ഫങ്ഷണൽ ഏരിയയിൽ കറക്റ്റ് ചെയ്താന്നൊക്കെ ചോദിക്കാം. റിസീവിംഗ്, ക്ലീനിങ്, പാക്കിംഗ് ഏരിയ, സ്റ്റെറിലൈസിംഗ് ഏരിയ, സ്റ്റോറേജ് ഏരിയ, ഡിസ്ട്രിബ്യൂഷൻ ഏരിയ.
ഓക്കെ, 6 ഫങ്ഷണൽ ഏരിയാസും കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി ഇതില് ഇപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞതിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് നോക്കി നിങ്ങള്, ഏതെങ്കിലും മനസ്സിലാവാത്ത ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യട്ടോ. ഇത് ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്തത് നോക്കാം. ആർക്കെങ്കിലും ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്തില്ല. ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അതിനകത്ത് ആരൊക്കെയാണ്? സ്റ്റോറേജ് ഏരിയ. സ്റ്റോറേജ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽസുകളൊക്കെ നേരെ എവിടെയാണ്? അവിടെ ആ CSSD തന്നെയുള്ള ഒരു റാക്ക്, ക്ലീൻഡ് റാക്ക്. അപ്പൊ തന്നെ നമ്മൾ എന്താ നേരെ സ്റ്റെറിലൈസ് ചെയ്ത് കൊണ്ടുവന്ന് അപ്പൊ തന്നെ കൊടുക്കല്ലേ ചെയ്തത്. അതെന്താ അവിടെ താൽക്കാലികമായിട്ട്, അതാണ് ടെമ്പററി, താൽക്കാലികമായിട്ട് അവിടെ ഒരു ക്ലീൻ റാക്കില് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. ഇനി അത് കൊടുക്കാനായിട്ട് നമ്മൾ എങ്ങനെയാണ് കൊടുക്കുക? അവിടെ ഫോളോ ചെയ്യുന്ന ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യാനുസരണം ഈ സ്റ്റെറിലൈസ് ചെയ്ത ഐറ്റംസ് റീപ്ലേസ് ചെയ്യുന്നതിൽ അവരവിടെ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ ആണ് FIFO എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. The principle to follow in the replacement of sterile in keeping the demand of the department. ഡിപ്പാർട്ട്മെന്റിന്റെ ഡിമാൻഡ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യാനുസരണം ഈ സ്റ്റെറിലൈസ് ചെയ്ത മെറ്റീരിയൽസുകളൊക്കെ അത് റീപ്ലേസ് ചെയ്യുന്നതിൽ അവർ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ ആണ് FIFO എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഓക്കെ, ഇനി ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിൽ എന്താ? ഡിസ്ട്രിബ്യൂഷൻ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസീവിംഗ് ഏരിയയിൽ നിന്ന് കുറെ ദൂരെ ആയിരിക്കും ഈ ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. അവിടെയും ഇതുപോലെ തന്നെ എന്താണ്? ഒരു വിൻഡോ വിത്ത് കൗണ്ടർ, ഒരു കൗണ്ടർ ഉള്ള ഒരു വിൻഡോയാണ്. അതിൽ കൂടിയാണ് പുറത്തേക്ക് ഈ സ്റ്റെറിലൈസ് ചെയ്തവ പുറത്തേക്ക് കൊടുക്കുന്നത്. ഇനി ഇത് നമ്മൾ ഈ സ്റ്റെറിലൈസ് ചെയ്ത മെറ്റീരിയൽസ് യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിഫ്റ്റുകളോ അല്ലെങ്കിൽ ഡംപ് എലിവേറ്റേഴ്സ്, ലിഫ്റ്റ് ഓർ ഡംപ് എലിവേറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് അത് യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തിക്കുന്നത്. സ്റ്റെറിലൈസ് ചെയ്ത സാധനങ്ങളൊക്കെ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും എത്തിക്കുന്നതിന് ഏതാണ് ലിഫ്റ്റുകളോ അല്ലെങ്കിൽ ഡംപ് എലിവേറ്റേഴ്സ് ഒക്കെ നമ്മുടെ ഹോസ്പിറ്റൽസ് യൂസ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തതാണ് നെക്സ്റ്റ് ക്വാളിറ്റി ഇൻഡിക്കേറ്റർ യൂസ്ഡ് ഇൻ CSSD. CSSD യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ, സൂചകങ്ങൾ. ഓക്കെ, ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ എന്താ? സൂചകങ്ങൾ, ഇൻഡിക്കേറ്റേഴ്സ്. ഇൻഡിക്കേറ്റർ അവിടെ വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോ, നിങ്ങളുടെ നോട്ടിൽ തന്നെ എഴുതിയാലും മതി. ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ എന്താ? സൂചകങ്ങൾ. ഇൻഡിക്കേറ്റർ a thing that indicate the state or level of something. A thing that indicate the state or level of സംതിങ്. എന്തിന്റെങ്കിലും ഒരു സ്റ്റേറ്റോ ഒരു ലെവലോ ഒക്കെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനം, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. സൂചകങ്ങൾ, ഇൻഡിക്കേറ്റേഴ്സ്. നമ്മുടെ ലാബിലൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ ആണ് ഈ ലിറ്റ്മസ് പേപ്പർ. ലിറ്റ്മസ് നമ്മളും സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ ലിറ്റ്മസ് പേപ്പർ മനസ്സിലാക്കാൻ വേണ്ടിയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ ഈ ലാബിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഫിനോഫ്തലിൻ, ലിറ്റ്മസ്, ഇതൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ലാബിലും ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്തിന്റെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു അവസ്ഥ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ലെവലൊക്കെ നമ്മൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എ തിങ് ദാറ്റ് ഇൻഡിക്കേറ്റ് the state or level of something. ഇവിടെ നമ്മൾ CSSD യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ 3 ഇൻഡിക്കേറ്റർ ആണ് CSSD സാധാരണ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് മെക്കാനിക്കൽ ഇൻഡിക്കേറ്റർ, സെക്കൻഡ് വൺ കെമിക്കൽ ഇൻഡിക്കേറ്റർ, തേർഡ് വൺ ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ.
അപ്പൊ CSSD-യില് യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ ഏതൊക്കെയാ? മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, രണ്ടാമത്തെ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, third one biological indicators. Mechanical indicators, chemical indicators, biological indicators. ഇനി ഫസ്റ്റ് നോക്കിയേ മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. മെക്കാനിക്കൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കിയേ, ഡിസ്പ്ലേയിങ് റെക്കോർഡഡ് ടൈം, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ആൻഡ് പ്രഷർ throughout the time of the sterilization cycle. ഇതെന്ന് പറഞ്ഞാൽ ഒരു മെക്കാനിക്കൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ ഒരു ഡിവൈസ് ആണ്, ഒരു ഉപകരണമാണ്. എന്തിനാണ്? ദാറ്റ് ഇൻഡിക്കേറ്റ് ദ ടൈം, ഈ സ്റ്റെറിലൈസേഷന്റെ ടൈം, അതിന്റെ ടെമ്പറേച്ചർ, അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി, പ്രഷർ, ഇതൊക്കെ കാണിക്കാൻ വേണ്ടി, സൂചിപ്പിക്കാൻ വേണ്ടി, നമുക്ക് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് മെക്കാനിക്കൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പൊ സ്റ്റെറിലൈസേഷനിലൂടെ നമ്മള് ടെമ്പറേച്ചർ ഒക്കെ പറഞ്ഞില്ലേ, ഓട്ടോക്ലേവിലാണെങ്കിൽ 121 സെന്റിഗ്രേഡ് പറഞ്ഞു. അപ്പൊ അതൊക്കെ നമുക്ക് അളക്കണ്ടേ, അത്രയും ഡിഗ്രി ഇതാണ് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് മെക്കാനിക്കൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. മെക്കാനിക്കൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ ഒരു ഡിവൈസ് ആണ് ദാറ്റ് ഇൻഡിക്കേറ്റ് ദ സ്റ്റെറിലൈസേഷൻ ടൈം, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ആൻഡ് പ്രഷർ throughout the time of the sterilization cycle. സ്റ്റെറിലൈസേഷൻ സൈക്കിളിലുടനീളമുള്ള ടൈം, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, പ്രഷർ, ഇതൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് മെക്കാനിക്കൽ ഇൻഡിക്കേറ്റർ. അവിടെ ഒന്ന് എഴുതി വെച്ച നിങ്ങളവിടെ മെക്കാനിക്കൽ ഇൻഡിക്കേറ്റർ. Mechanical indicator. Mechanical indicator. Mechanical indicator. Mechanical indicator. A device. Mechanical indicator. A device. A device that indicates sterilization cycle, including time, temperature, humidity, displaying recorded time, temperature, humidity and pressure. Okay. Mechanical indicator, a device that indicates sterilization cycle that includes the time, temperature and pressure. അപ്പോൾ നമ്മൾ സ്റ്റെറിലൈസേഷൻ സൈക്കിളിലെ ടൈമും ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റിയും ഒക്കെ പ്രഷറൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ അത് നമ്മൾ ഈ ശരിക്കും ഈ എന്താ പറയാ, നമ്മുടെ റിസ്റ്റ് വാച്ചുകൾ പോലെ അത് ആ റീഡിംഗ് ഒക്കെ കാണിക്കുന്ന ഒരു മെഷീൻ, നമ്മുടെ അലാറം അങ്ങനെയൊക്കെ ഉള്ളത്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ? കേൾക്കുന്ന ക്ലിയർ ആവുന്നില്ലേ? കട്ടായി പോകുന്നുണ്ടോ? സൗണ്ട് ബ്രേക്ക് ചെയ്ത് പോകണ്ടോ? ആവുന്നുണ്ട്. ഓക്കെ, ഒന്നോടെ നോക്കിയേ നിങ്ങള്. അപ്പൊ നമ്മള് ക്വാളിറ്റി ഇൻഡിക്കേറ്റർ ആണ് നമ്മൾ CSSD-യില് യൂസ് ചെയ്യുന്ന ക്വാളിറ്റി ഇൻഡിക്കേറ്റർ ആണ്. 3 ഇൻഡിക്കേറ്റർ അപ്പൊ നമുക്ക് പഠിക്കാനായിട്ട്. മെക്കാനിക്കൽ ഇൻഡിക്കേറ്റർ ഉണ്ട്, കെമിക്കൽ ഇൻഡിക്കേറ്റർ ഉണ്ട്, ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ ഉണ്ട്.
അപ്പൊ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു അവസ്ഥയോ അല്ലെങ്കിൽ അതിന്റെ ലെവലോ ആ ഒരു സ്റ്റേറ്റ് ഒക്കെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നമ്മൾ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് മെക്കാനിക്കൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ ശരിക്കും ഒരു എന്താ പറയാ ഒരു ഉപകരണമാണ്, ഒരു ഡിവൈസ് ആണ്. നമ്മുടെ അലാറത്തിന്റെ ഇതൊക്കെ പോലെ നമുക്ക് റീഡിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കാൻ പറ്റും. നമ്മുടെ ക്ലോക്ക് ഒക്കെ പോലെ ഇരിക്കുന്ന ഒരു സംഭവമാണ് മെക്കാനിക്കൽ ഇൻഡിക്കേറ്റർ. അപ്പൊ അതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ റീഡിംഗ് ഒക്കെ മാറുന്നത് കാണാം. അപ്പൊ അതിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റെറിലൈസേഷൻ സൈക്കിളിലുടനീളമുള്ള ടെമ്പറേച്ചർ എന്താണ്, അതിന്റെ ടൈം എത്ര ടൈം ആയെന്നുള്ളത്, ടൈം ഒക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. ഓട്ടോക്ലേവിലൊക്കെ 20 മിനിറ്റ്സ് ആണുള്ളത്. ആ ടൈം കാണിക്കാനായിട്ട്, ടെമ്പറേച്ചർ കാണിക്കാനായിട്ട്, ഹ്യൂമിഡിറ്റി കാണിക്കാൻ, പ്രഷർ കാണിക്കാൻ ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്ന, അത് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റർ ആണ് മെക്കാനിക്കൽ ഇൻഡിക്കേറ്റർ. അതിന് 2 എക്സാമ്പിളും നിങ്ങൾ അവിടെ ഒന്ന് എഴുതി ചേർത്തു. 2 എക്സാമ്പിൾ. മെക്കാനിക്കൽ ഡയൽ, അത് മെക്കാനിക്കൽ ഇൻഡിക്കേറ്ററിന്റെ എക്സാമ്പിൾ ആണ്. മെക്കാനിക്കൽ ഡയൽ, മെക്കാനിക്കൽ ഡയൽ, DIAL, മെക്കാനിക്കൽ ഡയൽ. ഓക്കെ, മെക്കാനിക്കൽ ഡയൽ. പിന്നെ ഒരെണ്ണം കൂടി എഴുതാം, ലിവർ സ്റ്റൈൽ, LEVER, ലിവർ സ്റ്റൈൽ, STYLE. ഇത് രണ്ടും നമ്മുടെ ഒരു മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന് എക്സാമ്പിൾ ആണ്. ലിവർ സ്റ്റൈൽ, STYLE, മെക്കാനിക്കൽ ഡയൽ. ഇതൊക്കെ നമ്മൾ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ്, മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ ഇൻഡിക്കേറ്റർ ആണ്. കെമിക്കൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? കെമിക്കൽ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. All chemical indicators are designed to react to physical condition inside the sterilization chamber. Sterilization chamber-ലെ ഫിസിക്കൽ കണ്ടീഷനോട് പ്രതികരിക്കാൻ വേണ്ടി, റിയാക്ട് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് എല്ലാ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സും. കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഡിവൈസ് തന്നെയാണ്. സോ ഡിവൈസ് used to monitor the sterilization process. സ്റ്റെറിലൈസേഷൻ പ്രോസസ് ഒക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് കെമിക്കൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. കെമിക്കൽ ഇൻഡിക്കേറ്റർ. അപ്പോ എല്ലാ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സും എന്തിനു വേണ്ടിയിട്ടാണ് രൂപകൽപ്പന ചെയ്തേക്കുന്നത്? ടു റിയാക്ട് ടു ഫിസിക്കൽ കണ്ടീഷൻ ഇൻസൈഡ് ദ സ്റ്റെറിലൈസേഷൻ ചേംബർ. സ്റ്റെറിലൈസേഷൻ ചേംബറിലെ ഫിസിക്കൽ കണ്ടീഷനോട് റിയാക്ട് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് എല്ലാ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സും. ദിസ് that autoclave or steam sterilizer is working. ഇത് സ്ഥിരീകരിച്ചിട്ടാണ് ഓട്ടോക്ലേവും സ്റ്റീം സ്റ്റെറിലൈസറും വർക്ക് ചെയ്യുന്നത്. ഇത് എന്താണ് ശരിക്കും സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് തന്നെയാണ് കെമിക്കൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. Chemical indicators are devices used to monitor sterilization process. Example, there are different types of chemical indicators ഉണ്ട്. ഇവിടെ എക്സാമ്പിൾ തന്നിട്ടില്ല, ഒരു 2 എക്സാമ്പിൾ എഴുതിയെടുത്തോ. ബോബി ടെസ്റ്റ് പാക്ക്, സ്പെല്ലിംഗ് ഞാൻ പറയാം. ബോബി, VOWIE, ബോബി, VOWIE. കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന് എക്സാമ്പിൾ ആണ് കേട്ടോ. ബോബി, ഡിക്ക്, DICK, ഡിക്ക്, ഡിക്ക്, TEST, ടെസ്റ്റ് പാക്ക്, TECK. ബോബി, ഡിക്ക്, ടെസ്റ്റ് പാക്ക്. പിന്നെ അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ ആണ് കെമിക്കൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്സുകൾ. സ്ട്രിപ്പ്, കെമിക്കൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്സ്, STRIPS. കെമിക്കൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്പ്, STRIPS, സ്ട്രിപ്സ്. ഓക്കെ,
ഇനി മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ ആണ്. ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ അതൊന്ന് കേട്ടാ അറിയാം നമുക്ക് എന്താ, മൈക്രോ ഓർഗാനിസംസ്, നമ്മുടെ ലിവിങ് ക്രീച്ചർ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇവിടെ. ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ ആർ ഓൾസോ നോൺ ഇൻ ദ നെയിം ഓഫ് ബയോ ഇൻഡിക്കേറ്റർ. Biological indicator is also known as bioindicator. Bioindicator എന്നും അറിയപ്പെടുന്നു. Biological indicator is also known in the name of bioindicator. There are living creatures such as microorganisms. Microorganisms പോലുള്ള living creature ആണ്, ജീവനുള്ളതാണ്, living creature ആണ്, such as microorganisms. They used to confirm sterilization performance to verify the sterilization procedure. ഈ sterilization procedure sterilization പെർഫോമൻസ് എങ്ങനെയാണ് എന്ന് കൺഫേം ചെയ്യാൻ, സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, they used to confine sterilization performance. സ്റ്റെറിലൈസേഷന്റെ പെർഫോമൻസ് എങ്ങനെയാണ്, to verify the sterilization procedure. സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയറിൽ സ്റ്റെറിലൈസേഷന്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, സ്ഥിരീകരിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഡിസ്പ്ലേ ദ സ്റ്റെറിലൈസേഷൻ ഇഫക്ട് ഓഫ് ദ പ്രൊഡക്ഷൻ പ്രോസസ്. പിന്നെ പ്രൊഡക്ഷൻ പ്രോസസ്സിന് സ്റ്റെറിലൈസേഷന്റെ ഇഫക്റ്റ്, ഫലം എങ്ങനെയാണ്, ആ സ്റ്റെറിലൈസേഷന്റെ ഫലം എങ്ങനെയാണെന്നൊക്കെ സ്ഥിരീകരിക്കാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ. എന്നാൽ നമ്മൾ ഓട്ടോക്ലേവിനൊക്കെ യൂസ് ചെയ്യുന്ന ബയോളജിക്കൽ ഇൻഡിക്കേറ്ററിന് ഒരു എക്സാമ്പിൾ എഴുതിയെടുത്തോ. ജിയോ ബാസിലസ്, ജിയോ, GEO, ജിയോ ബാസിലസ്, BACILLUS, ജിയോബാസിലസ് സ്റ്റീറോതെർമോഫിലസ്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി തന്നു എന്നുള്ളൂ കേട്ടോ. എക്സാമ്പിളൊന്നും അങ്ങനെ എക്സാമിൽ ചോദിക്കാറില്ല, ഇതിനകത്ത് ഇല്ലാത്തത് കൊണ്ട്, നമ്മുടെ നോട്ടിലില്ല. ജസ്റ്റ് ഒരു എക്സാമ്പിൾ, 1-2 എക്സാമ്പിൾ ഞാൻ ഓരോന്നിന്റെയും നിങ്ങൾക്ക് എക്സ്ട്രാ തരുന്നതാണ് കേട്ടോ. ജിയോബാസിലസ്, സ്റ്റീറോതെർമോഫിലസ്, സ്റ്റീറോ, STARO, സ്റ്റീറോതെർമോഫിലസ്, THERMOPHILUS, ജിയോബാസിലസ് സ്റ്റീറോതെർമോഫിലസ്. ഇതൊരു മൈക്രോ ഓർഗാനിസം ആണ്, ഇതിന്റെ പേരാണത് കേട്ടോ. ജിയോബാസിലസ് സ്റ്റീറോതെർമോഫിലസ്, GEOBACILLUS, ജിയോബാസിലസ് സ്റ്റീറോ, STERMOPHILUS. പിന്നെ ബാസിലസ് ആക്ടോഫിയസ്, ഒരെണ്ണം കൂടെ എഴുതിക്കോ, ഇതും ഒരു മൈക്രോ ഓർഗാനിസം ആണ്. ബാസിലസ്, BACILLUS, ബാസിലസ് ആക്ടോഫിയസ്, ATROPHAEUS, ആക്ടോഫിയസ്. ബാസിലസ് ആക്ടോഫിയസ്, ATROPHAEUS. ഓക്കെ, ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് മനസ്സിലായോ നോക്കിയേ. മെക്കാനിക്കൽ ഇൻഡിക്കേറ്റർ, കെമിക്കൽ ഇൻഡിക്കേറ്റർ, ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ. ക്ലിയർ ആണോ? എന്താണ് ഒരു റെസ്പോണ്ടും ഇല്ലല്ലോ. ഓക്കെ ആണോ? മെക്കാനിക്കൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മെക്കാനിക്കൽ ഡയൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിസ്പ്ലേ, ലിവർ സ്റ്റൈല്, 2 എക്സാമ്പിൾ പറഞ്ഞു. ഇതൊക്കെ എന്താണ്, നമ്മളൊരു ഡിവൈസ് ആണ്.
ഈ സ്റ്റെറിലൈസേഷന്റെ ടൈമും ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും ഒക്കെ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ്. ഓക്കെ, ഇനി കെമിക്കൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ എന്താണ്? കെമിക്കൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ ഡിവൈസ് യൂസ്ഡ് ടു മോണിറ്റർ ദ സ്റ്റെറിലൈസേഷൻ പ്രോസസ്. ഇതുപോലെ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് തന്നെയാണ് കെമിക്കൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ആർ യു ഡിസൈൻ ടു റിയാക്ട് ടു ഫിസിക്കൽ കണ്ടീഷൻ ഇൻസൈഡ് ദ സ്റ്റെറിലൈസേഷൻ ചേംബർ. എല്ലാ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സും സ്റ്റെറിലൈസേഷൻ ചേംബറിലെ ഫിസിക്കൽ കണ്ടീഷനോട് പ്രതികരിക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഇതനുസരിച്ചിട്ടാണ് ഓട്ടോക്ലേവും സ്റ്റീം സ്റ്റെറിലൈസറും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ നമ്മൾ പറഞ്ഞ അതിന്റെ എക്സാമ്പിൾ രണ്ടെണ്ണം നമ്മൾ എഴുതിയായിരുന്നു. ഏതാ? കെമിക്കൽ ഇൻഡിക്കേറ്ററിന്റെ എക്സാമ്പിൾ ആണ് ബോവി ഡിക്ക് ടെസ്റ്റ് പാക്ക്. ബോവി ഡിക്ക് ടെസ്റ്റ് പാക്ക്. പിന്നെ അടുത്ത് കെമിക്കൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്പ്. ഇത് രണ്ടും കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന് എക്സാമ്പിൾ ആണ്. പിന്നെ അടുത്തത് ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ലിവിങ് ക്രീച്ചർ ആണ്. മൈക്രോ ഓർഗാനിസംസ്, സൂക്ഷ്മ ജീവികളൊക്കെയാണ്, ജീവനുള്ളവയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന? സ്റ്റെറിലൈസേഷൻ പെർഫോമൻസ് എങ്ങനെയാണെന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡിസ്പ്ലേ ദ സ്റ്റെറിലൈസേഷൻ എഫക്ട്. സ്റ്റെറിലൈസേഷന്റെ ഫലം, ആ എഫക്ട് എങ്ങനെയാണെന്ന് ഉള്ളതും ഒക്കെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സാധാരണയായി യൂസ് ചെയ്യുന്ന ബയോളജിക്കൽ ഇൻഡിക്കേറ്ററിന് രണ്ട് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. ജിയോ ബാസിലസ് സ്റ്റീറോതെർമോഫിലസ്, അതൊരു മൈക്രോ ഓർഗാനിസം ആണ്. പിന്നെ വേറെ ഒരെണ്ണം പറഞ്ഞതാണ് ബാസിലസ് ആക്ടോഫിയേഴ്സ്. അത് രണ്ടും പേരുകളൊന്നും പഠിക്കണ്ട, നമ്മുടെ പ്രിന്റർ നോട്ടാണ് മെയിന്. പിന്നെ എക്സ്ട്രാ തരുന്ന കാര്യങ്ങള് ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്താ പറയാ, ഏതൊക്കെ ഇൻഡിക്കേറ്ററോ യൂസ് ചെയ്യണേന്ന് ചോദിക്കാലോ. അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ടെമ്പറേച്ചർ, ടൈം, ഹ്യൂമിഡിറ്റി, പ്രഷർ ഒക്കെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഏത് ഇൻഡിക്കേറ്ററോ യൂസ് ചെയ്യണേന്ന് ചോദിക്കാം. ഓക്കെ, കെമിക്കൽ ഇൻഡിക്കേറ്റർ ആണോ, അല്ലെങ്കിൽ മെക്കാനിക്കൽ ഇൻഡിക്കേറ്റർ ആണോ, ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ ആണോ, അതിനൊക്കെ യൂസ് ചെയ്യണമെന്ന് ഉപയോഗിക്കാം. പിന്നെ ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്. ഇതെന്താ അറിയപ്പെടുന്നത്? ബയോ ഇൻഡിക്കേറ്റർ എന്നറിയപ്പെടുന്നു. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് നമ്മൾ ഇനി അടുത്തത് വരുന്ന ഏതാ? ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ്. CSSD ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അപ്പൊ ഇതിനകത്ത് ഓരോന്നിനും ഓരോ സ്റ്റേറ്റ്മെന്റ് പോലെ തന്നേക്കുന്നത്. അപ്പൊ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് ഏതാണെന്ന് മനസ്സിലാക്കുക. അത് ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലാണ് വരുന്നത് എന്നായിരിക്കും ക്വസ്റ്റ്യൻ ഇതിന്ന് ചോദിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഡസ് ദ സ്റ്റേറ്റ്മെന്റ് ബിലോങ് ടു? ഈ സ്റ്റേറ്റ്മെന്റ് അതിന്റെ ഓരോന്നിനും തന്നിട്ടുണ്ട്, ഓരോ സ്റ്റേറ്റ്മെന്റ് പോലെ തന്നേക്കുന്നത്. അത് ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലായിരിക്കും വരുന്നത്? അപ്പൊ അതിനകത്ത് CSSDയിലെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വിതരണം അല്ലെ? ഡിസ്ട്രിബ്യൂഷൻ വിതരണ സംവിധാനം, CSSD ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അതിനെ നമുക്ക് നാലായിട്ട് തിരിക്കാം. ക്ലീൻ ഫോർ ഡർട്ടി എക്സ്ചേഞ്ച് ഒന്നാമത്തെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ്. ക്ലീൻ ഫോർ ഡർട്ടി എക്സ്ചേഞ്ച്. രണ്ടാമത്തെയാണ് റിക്വസിഷൻ സിസ്റ്റം, റിക്വസ്റ്റ് അനുസരിച്ച് റിക്വസിഷൻ സിസ്റ്റം. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഗ്രോസറി സിസ്റ്റം, ഗ്രോസറി സിസ്റ്റം. അങ്ങനെ 4 ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വരുന്നത്. ക്ലീൻ ഫോർ ഡർട്ടി എക്സ്ചേഞ്ച്, റിക്വസിഷൻ സിസ്റ്റം, ഗ്രോസറി സിസ്റ്റം, ക്വാട്ട സിസ്റ്റം. ഓക്കെ, അതിനകത്ത് ക്ലീൻ ഫോർ ഡർട്ടി എക്സ്ചേഞ്ച്, അതിന് ക്ലീൻ ഫോർ ഡർട്ടി എക്സ്ചേഞ്ചിൽ ഏതാ വരുന്നതെന്ന് നോക്കി. ക്ലീൻ ഫോർ എ സ്റ്റെറിലൈസ്ഡ് ആർട്ടിക്കിൾ ഈസ് പ്രൊവൈഡഡ് at the CSSD issue counter in exchange for a used one at any time. ഏത് ടൈം എക്സ്ചേഞ്ചിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റെറിലൈസ്ഡ് ആർട്ടിക്കിൾസ് CSSD ഇഷ്യൂ കൗണ്ടറിൽ നൽകിയിട്ടുണ്ട്. അതൊരു സ്റ്റേറ്റ്മെന്റ് പോലെ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് സെയിം ഇത് തന്നെ തരും. എന്നിട്ട് നിങ്ങളോട് ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ ആണ് വരുന്നതെന്നാണ്. ഇപ്പൊ ഫസ്റ്റത്തേൽ എന്താ? ക്ലീൻ ഫോർ ഡർട്ടി എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഏത് ടൈം എക്സ്ചേഞ്ചിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റെറിലൈസ്ഡ് ആർട്ടിക്കിള് CSSD ഇഷ്യൂ കൗണ്ടറിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
ഓക്കെ, ഏത് ടൈം എക്സ്ചേഞ്ചിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റെറിലൈസ്ഡ് ആർട്ടിക്കിൾസ് CSSD ഇഷ്യൂ കൗണ്ടറിൽ നൽകിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ റിക്വസിഷൻ സിസ്റ്റം ആണ്. റിക്വസിഷൻ സിസ്റ്റം അവിടെ എങ്ങനെയാ നോക്കിയേ, ആർട്ടിക്കൽ നീഡഡ് ആർ ഡിമാൻഡ് ബൈ യൂസർ. യൂസറിന്റെ ഡിമാൻഡ് അനുസരിച്ചാണ് അവിടെ ആർട്ടിക്കിൾസ് കൊടുക്കുന്നത്. നോക്കിയേ, ഓൺ എ ഡെയിലി ഓർ റെഗുലർ ബേസിസ് ആൻഡ് ഗ്യാതേർഡ് ബൈ ദ അറ്റ് എ CSSD കൗണ്ടർ. യൂസറിന്റെ ഡിമാൻഡ് അനുസരിച്ച് ആവശ്യമായിട്ടുള്ള ആർട്ടിക്കിൾസ് റെഗുലർ ഡെയിലി ആയിട്ടോ അല്ലെങ്കിൽ റെഗുലർ ബേസിലോ ഡെയിലി ആയിട്ടോ CSSD ഇഷ്യൂ കൗണ്ടറിൽ ശേഖരിക്കുന്നു. ഓക്കെ, അത് എങ്ങനെയാ, യൂസറിന്റെ ഡിമാൻഡ് അനുസരിച്ചിട്ടാണ്. ഓക്കെ, യൂസറിന്റെ ഡിമാൻഡ് അനുസരിച്ചിട്ട് ആവശ്യമായിട്ടുള്ള ആർട്ടിക്കിൾസ് CSSDയില് റെഗുലർ ആയിട്ടോ അല്ലെങ്കിൽ ഡെയിലി ആയിട്ടോ, ഡെയിലിയോ ഓർ റെഗുലർ, ഏതെങ്കിലും നോക്കിയാൽ മതി, ഡെയിലി ആയിട്ട് CSSD ഇഷ്യൂ കൗണ്ടറിൽ ശേഖരിക്കുന്നു. അതാണ് റിക്വസിഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ആ സ്റ്റേറ്റ്മെന്റ് തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇതിന്റെ വേറെ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കാറില്ല, ഈ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഏതിലാ വരുന്നേന്ന്. അപ്പൊ നമ്മൾ ഏത് ടൈം എക്സ്ചേഞ്ചിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റെറിലൈസ്ഡ് ആർട്ടിക്കിൾസ് CSSD ഇഷ്യൂ കൗണ്ടറിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഏത് ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന, ക്ലീൻ ഫോർ ഡർട്ടി എക്സ്ചേഞ്ച്. ഓക്കെ, a sterilized article is provided at the CSSD issue counter in exchange for a used one at any time. ഏത് ടൈം എക്സ്ചേഞ്ചിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആർട്ടിക്കിൾസ് CSSD ഇഷ്യൂ കൗണ്ടറിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ റിക്വസിഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, റിക്വസിഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസറിന്റെ ഡിമാൻഡ് അനുസരിച്ച്, യൂസറിന്റെ ഡിമാൻഡ് അതാണ് റിക്വസ്റ്റ് അനുസരിച്ച്, യൂസറിന്റെ റിക്വസ്റ്റ് എന്താണോ അത് ഉപയോഗിക്കുന്നവന്റെ ആ റിക്വസ്റ്റ് അനുസരിച്ചിട്ട് തന്നെ ആവശ്യമായിട്ടുള്ള ആർട്ടിക്കിൾസ് ഡെയിലി ആയിട്ട് ഈ CSSD ഇഷ്യൂ കൗണ്ടറിൽ അത് ശേഖരിക്കുകയും ചെയ്യുന്നു. അവരത് CSSD ഇഷ്യൂ കൗണ്ടറിൽ ശേഖരിക്കുന്നു. ഇത് രണ്ടെണ്ണം മതി, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. CSSD ഡിസ്ട്രിബ്യൂഷനിൽ രണ്ടെണ്ണം പറഞ്ഞത്. അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം. അത് ഏതാണോ, ഒന്നാമത്തെ നമുക്കറിയാം ഏത് ടൈം എക്സ്ചേഞ്ചിൽ ഉപയോഗിക്കാൻ പറ്റാവുന്നുള്ളത് വരുന്നത് ക്ലീൻ ഫോർ ഡർട്ടി എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ വരുന്നുണ്ട്. റിക്വസിഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ യൂസറിന്റെ ഡിമാൻഡ് അനുസരിച്ചിട്ട് ആവശ്യമായിട്ടുള്ള ആർട്ടിക്കിൾസ് ഡെയിലി ബേസിൽ ആവശ്യപ്പെടുകയും അത് അവര് ആ CSSD കൗണ്ടറിൽ അത് ശേഖരിക്കുകയും ചെയ്യുന്നു. ഓക്കെ, റിക്വസിഷൻ സിസ്റ്റം റിക്വസ്റ്റ് അനുസരിച്ചിട്ടാണ്. അപ്പൊ രണ്ടെണ്ണം മതി, ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, അത് ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞത് നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് അതുപോലെ ഒന്ന് വായിച്ചു വെക്കുക കേട്ടോ. രണ്ടെണ്ണം നമുക്ക് നോക്കിയിട്ടുള്ളൂ, ബാക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് ഏതുപോലെ നോക്കിയുള്ളൂ, സ്റ്റെറിലൈസേഷൻ ഏരിയ നോക്കി. അതിൽ നമ്മൾ ഓട്ടോക്ലേവ് പറഞ്ഞു. ഓട്ടോക്ലേവിൽ ഏത് വഴിയാ സ്റ്റെറിലൈസ് ചെയ്യുന്ന ജയലക്ഷ്മി? ഓട്ടോക്ലേവില് ഏത് സ്റ്റെറിലൈസേഷനാ? ഹീറ്റ് ഓർ സ്റ്റീം സ്റ്റെറിലൈസേഷൻ അല്ലെ? സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണ് അവിടെ ഓട്ടോക്ലേവില് ചെയ്യുന്നത്. അവിടെ എങ്ങനെയൊക്കെ ടെമ്പറേച്ചർ എങ്ങനെയാ? ടെമ്പറേച്ചർ 121 ഡിഗ്രി സെന്റിഗ്രേഡ്, 15 pounds. ടൈം ഓഫ് 20 മിനിറ്റ്സ് വേണം ആ സ്റ്റെറിലൈസേഷൻ സൈക്കിള് കംപ്ലീറ്റ് ചെയ്യാൻ. പിന്നെ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ, അത് അതിനകത്ത് ഉപയോഗിക്കുന്ന ഏത് മെറ്റീരിയൽസിനൊക്കെ ഉപയോഗിക്കുന്നത്? മനീഷ, ഏതൊക്കെ മെറ്റീരിയൽസിനാണ് കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്?
ഹീറ്റ് റെസ്പോൺസീവ് ആയിട്ട് മെറ്റീരിയൽ, ഹീറ്റ് sensitive. റെസ്പോൺസീവ് ആയിട്ടുള്ള, അതായത് കാർഡിയാക് കാത്തീറ്റർ, പ്ലാസ്റ്റിക് ഐറ്റംസ്, എൻഡോസ്കോപ്പ് പോലുള്ള ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസുകൾ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നമ്മൾ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ഉപയോഗിക്കുന്നത്. അതിന്റെ അത് എങ്ങനെയാണ്, എത്ര ടൈം വേണം സ്റ്റെറിലൈസേഷൻ? 8 to 12 hours. ഓക്കെ, വെരി ഗുഡ്. 8 to 12 hours വേണം. ഇനി നെക്സ്റ്റ് ഫ്ലാഷ് സ്റ്റെറിലൈസർ. മാളു, അത് എവിടെ ഉപയോഗിക്കുന്ന ഫ്ലാഷ് സ്റ്റെറിലൈസർ? ഓപ്പറേഷൻ തിയേറ്ററിൽ. ഓക്കെ, ഓപ്പറേഷൻ തിയേറ്ററിൽ എമർജൻസി പർപ്പസിന് വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്നതാണ് ഫ്ലാഷ് സ്റ്റെറിലൈസർ. അതിന്റെ പ്രത്യേകത എന്താ? ഓട്ടോക്ലേവിൽ നിന്ന് എന്താ വ്യത്യാസം വരുന്നേ? ഇതൊരു സ്പെഷ്യൽ ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞു. എന്താ സ്റ്റെറിലൈസേഷൻ എങ്ങനെയാ? 3 to 4 minutes മതി. അതിന്റെ വെരി ഷോർട്ട് സ്റ്റെറിലൈസേഷൻ സൈക്കിൾ. അപ്പൊ ഓട്ടോക്ലേവിനെ വെച്ച് നോക്കുമ്പോൾ സ്റ്റെറിലൈസേഷൻ സൈക്കിൾ എങ്ങനെയാ? വളരെ ഷോർട്ട്. എത്ര ടൈം മതി? 3 to 4 minutes മതി സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആവാൻ. അവിടെ ടെമ്പറേച്ചർ എത്ര ഡിഗ്രിയാ? 132 132 ഡിഗ്രി ടെമ്പറേച്ചറിൽ 3 to 4 minutes കൊണ്ട് തന്നെ സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആവും. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് സ്റ്റോറേജ് ഏരിയ. അവിടെ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഏതാ? First in, first out. ഫിഫോ പ്രിൻസിപ്പിൾ ആണ് അവിടെ അവര് ഫോളോ ചെയ്യുന്നത്. ഈ സ്റ്റെറിലൈസ് ചെയ്ത ഐറ്റം റീപ്ലേസ് ചെയ്യാൻ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഫിഫോയാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ ഡിസ്ട്രിബ്യൂഷൻ ഏരിയ ആണ്. അപ്പൊ എന്താ ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിൽ എന്താ പറഞ്ഞത്? അത് അക്സെപ്റ്റിംഗ് ഏരിയയിൽ നിന്ന് ഒത്തിരി ദൂരെ ആയിരിക്കും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കൗണ്ടറുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ലിഫ്റ്റ് ഉണ്ട്. മോഡേൺ ഹോസ്പിറ്റലിലാണെങ്കിൽ ഇത് ഷിഫ്റ്റ് ചെയ്യാന് ഡിഫറെന്റ് ലിഫ്റ്റും ഉപയോഗിക്കും അല്ലെ? യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്റ്റെറിലൈസ് ചെയ്ത ഐറ്റംസ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് ലിഫ്റ്റുകളൊക്കെ ഉപയോഗിക്കും. പിന്നെ നമ്മള് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ് CSSD യൂസ് ചെയ്യുന്ന ക്വാളിറ്റി ഇൻഡിക്കേറ്റർ. ലിൻഷ, ഏതൊക്കെ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നേ? മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, chemical indicators, biological indicators. Mechanical indicator, chemical indicator, biological indicator. Mechanical indicator എന്തിനാ യൂസ് ചെയ്യുന്നേ? temperature, humidity. Temperature, humidity, pressure. Sterilization സൈക്കിളുകളിലുടനീളമുള്ള ടൈം, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, പ്രഷർ ഒക്കെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെക്കാനിക്കൽ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്നത്. അതിന് 2 എക്സാമ്പിൾ നമ്മൾ ഏരിയായിരുന്നല്ലോ. ഏതൊക്കെയാണ് എക്സാമ്പിള്? മെക്കാനിക്കൽ ഇൻഡിക്കേറ്ററിന്റെ എക്സാമ്പിൾ ഏതാ നിമിഷ? മെക്കാനിക്കൽ ഡയൽ, ഡയല്, ലിവർ സ്റ്റൈൽ. ഇത് രണ്ടും മെക്കാനിക്കൽ ഇൻഡിക്കേറ്റർ ആണ്, എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് ആണ് കെമിക്കൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. രജിഷ പ്രവീൺ ഉണ്ടാവും. അമിനു എന്ന് പറഞ്ഞ കെമിക്കൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റെറിലൈസേഷൻ ചേമ്പറിന്റെ പ്രോസസ് ഒക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. ഇതനുസരിച്ചാണ് ഓട്ടോക്ലേവും സ്റ്റീം സ്റ്റെറിലൈസറും ഒക്കെ. അതിന്റെ എക്സാമ്പിൾ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്: ബോറെ തിക് ടെസ്റ്റ് പാക്ക്, കെമിക്കൽ ഇൻഡിക്കേറ്റർ ടെസ്റ്റ് പാക്ക്, കെമിക്കൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്സ്. ഓക്കെ. പിന്നെ അടുത്ത മൂന്നാമത്തെ നമ്മൾ പറഞ്ഞത് ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ ആണ്. ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് എന്താ? ലിവിങ് ക്രീച്ചർ ആണ് അല്ലെ? സച്ചാസ് മൈക്രോ ഓർഗാനിസംസ്, ജീവനുള്ള ജീവികൾ തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റെറിലൈസേഷൻ പെർഫോമൻസ് എങ്ങനെയാണ് എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ സ്റ്റെറിലൈസേഷന്റെ എഫക്റ്റ്, അതിന്റെ ഫലം എങ്ങനെയാണ്, അതൊക്കെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ സ്റ്റെറിലൈസേഷന്റെ എഫക്റ്റ് എങ്ങനെയാണെന്നൊക്കെ ഡിസ്പ്ലേ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതാണ് ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ. 2 എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. അത് വെറുതെ ഒന്ന് നോക്കി വെച്ചാൽ മതി. ഞാൻ ഇതിന്റെ എക്സാമ്പിൾ തന്നപ്പോ ആ കൂട്ടത്തിൽ തന്നോന്നുള്ളൂ. ഓക്കെ. ബാസിലസ് ആക്ടോഫിയസ് പറഞ്ഞു. ഇനി രണ്ടാമത്തെ ജിയോ ബാസിലസ് സ്റ്റീറോ തെർമോഫിലസ്. രണ്ടും അത് ലിവിങ് ക്രീച്ചർ ആണ്, മൈക്രോ ഓർഗാനിസംസ് ആണ്.
പിന്നെ അടുത്തത് CSST ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഈ സാധനങ്ങളൊക്കെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത സാധനങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന വിതരണ സംവിധാനം. ഇതിൽ 4 എണ്ണം ഉണ്ട്. 2 എണ്ണം നമ്മൾ നോക്കിയോളൂ. ക്ലീൻ ഫോർ ഡയറക്റ്റ് എക്സ്ചേഞ്ച് പറഞ്ഞു, റിക്വസിഷൻ സിസ്റ്റം പറഞ്ഞു. അപ്പൊ ജസ്റ്റ് നിങ്ങൾ അതിനകത്തുള്ള സ്റ്റേറ്റ്മെന്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അത് ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലാണ് വരുന്നതെന്നുള്ളത് നോക്കാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? മാം ഈ ആർട്ടിക്കിൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തുവാ? ആ മെറ്റീരിയൽ ഐറ്റംസ് തന്നെ, സ്റ്റെറിലൈസ് ചെയ്ത സാധനങ്ങൾ. ഓക്കെ മാം. ഓക്കെ, സ്റ്റെറിലൈസ്ഡ് ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ആ മെറ്റീരിയൽസ്. സ്റ്റെറിലൈസ് ചെയ്ത വസ്തുക്കൾ അല്ലെ? ഓക്കെ ഓക്കെ, പിന്നെ അതിൽ ക്ലീൻ ഫോർ ഡയറക്റ്റ് എക്സ്ചേഞ്ച് പറഞ്ഞു, റിക്വസിഷൻ സിസ്റ്റം പറഞ്ഞു. ഫസ്റ്റ് ക്ലീൻ ഫോർ ഡയറക്റ്റ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഏത് ടൈം എക്സ്ചേഞ്ചിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റെറിലൈസ്ഡ് ആർട്ടിക്കിൾസ് CSST കൗണ്ടറിൽ അവരവിടെ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, നൽകിയിട്ടുണ്ട്. അത് ക്ലീൻ ഫോർ ഡയറക്റ്റ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ വരുന്നതാണ്. പിന്നെ റിക്വസിഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവിടെ എന്താ, ആ ഡിമാൻഡ് അനുസരിച്ചാണ്, യൂസറിന്റെ ഡിമാൻഡ് അനുസരിച്ചിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ആർട്ടിക്കിൾസ് അതിൽ ഡെയിലി ബേസിലോ അല്ലെങ്കിൽ റെഗുലർ ആയിട്ടോ അത് ആവശ്യപ്പെടുകയും അത് അവര് CSST കൗണ്ടറിൽ അത് ശേഖരിക്കുകയും ഗ്യാദർ ചെയ്യുകയും ചെയ്യുന്നു. ആണ് റിക്വസിഷൻ സിസ്റ്റം. ഇതിന്റെ ഉള്ളിലേക്ക് ഒരുപാടൊന്നും പഠിക്കണ്ട. നിങ്ങൾ ആ ജസ്റ്റ് ആ സ്റ്റേറ്റ്മെന്റ് ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലാണ് വരുന്നേ എന്നുള്ളത് നോക്കിയാൽ മതി കേട്ടോ. ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യനും വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ് ഡസ് ദിസ് സ്റ്റേറ്റ്മെന്റ് ബിലോങ് ടു? ഈ സ്റ്റേറ്റ്മെന്റ് വരുന്നത് ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലാണ്? ഇന്നിപ്പോ 2 എണ്ണം പറഞ്ഞത് ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ, ഓക്കെ മാം. ആരും ഒന്നും മിണ്ടാതിരിക്കൂ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് താങ്ക് യു യു മാം. മാം. ഓക്കെ, താങ്ക് യു.